ഹലോ എവ്രി വൺ, ഇന്ന് ഞാൻ ഈ വിളക്ക് കഴുകാൻ പോവുകയാണ്. അതിൻ്റെ കളറൊക്കെ ഒന്ന് മങ്ങിയിരിക്കുകയാണ്. അപ്പോൾ അതാണ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നത്. അതിനിപ്പോൾ ഞാൻ 2 സ്പൂൺ നമ്മുടെ ഗോതമ്പ് മാവാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ ഒരു 2 സ്പൂൺ ഉപ്പ് എടുക്കുന്നുണ്ട്. എന്നുവെച്ചാൽ കളർ നന്നായി പോയിരിക്കുകയാണ്. പിന്നെ കുറച്ച് വിനീഗർ ആഡ് ചെയ്തു. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു 1/2 ടീസ്പൂൺ ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെള്ളവും ആഡ് ചെയ്യുന്നുണ്ട് ഞാൻ. എന്നിട്ട് ഇത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കുക. എന്നിട്ടിപ്പോൾ നമ്മുടെ വിളക്ക് കളർ പോയിരിക്കുന്നത് കൊണ്ട് ഇതിലേക്ക് ഇങ്ങനെ തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നെ സഹായിക്കാൻ വരുന്ന സന്ധ്യയും ഞാനും കൂടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ സന്ധ്യ ഇത് തേച്ചിങ്ങനെ പിടിപ്പിക്കുകയാണ് വിളക്കിൽ. കണ്ടില്ലേ, മറ്റേ ആ മോൾ ഭാഗം അത് തേച്ചപ്പോഴത്തേനും അതിന് നല്ല കളർ വന്നു കഴിഞ്ഞു. അപ്പോൾ ശരിക്കും നല്ല ഇഫക്റ്റീവാണ് നമ്മുടെ ഈ ഗോതമ്പ് മാവ് വിനീഗറും ഉപ്പും ചേർത്ത് ഈ മിക്സ്ചർ ശരിക്കും നല്ല ഇഫക്റ്റീവാണ്. അപ്പോൾ ഇങ്ങനെ തേച്ചിട്ട് ഒരു അരമണിക്കൂർ ഇതിനെ ഞങ്ങൾ മാറ്റി വെച്ചു. എന്നിട്ട് നാളികേരത്തിൻ്റെ ഈ ചകിരി എടുത്തിട്ടാണ് ഒരു 1/2 hourന് ശേഷം വീണ്ടും ഉരയ്ക്കുന്നത്. അപ്പോഴത്തേനും നമ്മുടെ ആ കളറൊക്കെ അങ്ങോട്ട് ആ ഒരു ഷൈനിങ് കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വിളക്കൊക്കെ ഇതുപോലെ ഇങ്ങനത്തെ മിക്സ്ചറാക്കി നമ്മൾ തേക്കുകയാണെങ്കിൽ ശരിക്കും നല്ല കളർ കിട്ടും. അത് ഉറപ്പാണ്. ഇതിപ്പോൾ എനിക്ക് നല്ല ഒരു എക്സ്പീരിയൻസ് ആയി. ഇപ്പോൾ വൃത്തിയിൽ കഴുകിയെടുക്കുകയാണ്. മയിൽ വിളക്കാണ്. അപ്പോൾ ഇപ്പോൾ കഴുകിയെടുത്ത് എന്നിട്ട് വൃത്തിയിൽ അങ്ങോട്ട് തുടച്ചെടുക്കാം. തുടച്ചതിന് ശേഷം അത് ഡ്രൈ ആക്കിയ ശേഷം നമുക്ക് ഈ ധാര ലിക്വിഡ് കിട്ടിയിട്ടുണ്ട്. ആ ധാര ലിക്വിഡ് ഇപ്പോൾ ടിഷ്യൂവിൽ എടുത്ത ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കുകയാണ് നമ്മുടെ ഈ വിളക്കിൽ. ഇപ്പോൾ തേച്ച് കഴിഞ്ഞു. ഫൈനലി ഞങ്ങളത് അസംബിൾ ചെയ്യുകയാണ്. അങ്ങനെ നല്ല ഷൈനിങ് ആയിട്ട് നമ്മുടെ മയിൽ വിളക്ക് എനിക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്ന വിളക്കാണ് കണ്ടില്ലേ, ഇപ്പോൾ നല്ല ഷൈനിങ് ആക്കി കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ബിഫോർ നോക്കൂ എങ്ങനെയുണ്ടായിരുന്നു എന്ന് കണ്ടില്ലേ, ഒരു കളറേ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഈ മിക്സറും ചേർത്ത് ഞാൻ കഴിയ ശേഷം നല്ല തിളക്കത്തോടുകൂടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വിളക്ക് കഴുകിക്കഴിഞ്ഞാൽ നല്ല തിളക്കം കിട്ടും. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ യൂട്യൂബ് ചാനൽ.